ബ്രേക്ക്ഫാസ്റ്റിനെ ഒന്ന് വെറൈറ്റി ആക്കിയതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഈ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇന്ന് റാഗിപ്പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു കപ്പ് ചോറും സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് റാഗിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൾസ് മോഡിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ സംഭവം അതാ നല്ല സെറ്റായിട്ട് നമ്മുടെ പുട്ടുപൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് കേട്ടോ ഈ ഒരു പുട്ടുപൊടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ ഞാൻ പുട്ട് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അത് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ ഇതാ ഞാനിവിടെ റാഗി വെച്ചിട്ടൊരു പുട്ടും കൂടെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സംഭവം ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സിമ്പിളാണ്, പക്ഷേ വീട്ടിലുള്ളവർക്ക് ഇത് കഴിക്കാൻ ഭയങ്കര മടിയാണെന്ന് മാത്രം. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലുള്ള പുട്ട് മേക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് നമ്മുടെ പുട്ട് മിക്സ് ചേർത്ത് കൊടുത്ത് വീണ്ടും മുകളിലായിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ആർഭാടാക്കിയതാണ്. തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കാറുള്ളത്. അത് മാക്സിമം കുറഞ്ഞ അളവിൽ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് ആവിയിൽ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് വിട്ട് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ റാഗിപ്പുട്ടായതുകൊണ്ട് തന്നെ ഇവിടെ മക്കൾക്കൊന്നും കൂടുതൽ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവർ കൂടുതൽ പഞ്ചസാരയൊക്കെ വാരിയിട്ടിട്ടാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റത്തിന് അൺഹെൽത്തി ആക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്.